ഒന്നാം കൊടുത്താലോ കൊടുക്കണം എന്നുള്ളത് കയ്യൊന്ന് ചാടി എന്നാൽ ലൈവായിട്ട് ഇവിടുന്ന് പൊട്ടിട്ടു അടച്ച തമ്പുരാനേ ആ ഒരു വല്യമ്മല്ലാത്ത ഒരു മുഴുവൻ മോദിച്ചോക്കണം ഈ വല്യമാര് ഭയങ്കര ഫാൻസാണ് കാരണം അതിന്റെ തല്ലണത് ഇവരെ മൂന്ന് എന്താണോ ഒരുപാട് ആൾക്കാർ പോയിട്ട് ഉറച്ചില്ല അതിനെ തല്ലണത് ഈ പ്രായമുള്ള ആൾക്കാർ എന്നോട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാ അമ്മ അതിനെ തല്ലു അങ്ങനെയൊക്കെ പറയലുണ്ട് ഞങ്ങൾ പോകുമ്പോ വരെ ഒരു വല്യമ്മ ഞങ്ങളോട് പറഞ്ഞാണ് ഓ മനെ അതിനെങ്ങനെ തല്ലണം അതിന്റെ ചേരുമൊക്കെ അതിന്റെ മുഴുത്തകൾ തട്ടുട്ടോ അങ്ങനെയൊക്കെ പിന്നോട് പറയുന്നുണ്ട് സത്യം പറയാം അപ്പോ ഇഷ്ടമുള്ള അങ്ങനെ ഒറിജിനൽ തല്ലാന്നാക്കിയ പോയി പൊന്നാറ് വലിയ അറുന്നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാട്ടോളി അല്ല കാട്ടോളി ഞാൻ കണ്ടോളി ലൈവായിട്ട് പൊട്ടാൻ പോവാണ് ഒന്നടിച്ചാലോ അല്ല ചെറുതായിട്ട് അടിക്കല്ലേ അച്ഛനവർക്ക് കാണണായി കാണണം ഒരു സ്കൂളിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല എന്നാലും വേണ്ടില്ല അതുണ്ടായിക്കോട്ടെ അല്ലേ അതുണ്ടായിക്കോട്ടെ ഒരു സ്കൂളിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല സംഭവം പക്ഷെ ലൈവായിട്ട് കുട്ടികൾ കുറെ കുട്ടികൾ സ്കൂളിൽ അനുകരിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് മാഷന്മാരൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളെ ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയുന്നുണ്ട് കൊമ്പക്കാട് കോഴി കുഞ്ഞാപ്പുമായിട്ട് സ്കൂളിൽ കളിക്കലുണ്ട് എന്നിട്ട് കുട്ടികളൊക്കെ ഉയർത്തി കാട്ടുന്നുണ്ട് ഞങ്ങൾ ഒറിജിനലായിട്ട് അടിക്കണില്ല മനസ്സിലായോ ഞങ്ങൾ അടി കൊള്ളുന്നില്ല എന്നോടല്ല ഓരോടാണ് കിട്ടുന്നുണ്ട് അപ്പൊ ഒറിജിനലായിട്ട് കൊള്ളുന്നില്ല അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യാം നമ്മളെ വീഡിയോയിലുള്ള ഏതെങ്കിലും രംഗം വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ ഓക്കെ അല്ലേ അതിന് വേറൊരു കാര്യമുണ്ട് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഒരു സൗണ്ട് എടാ ഇത് എന്താ വിചാരിച്ചു KMAP സ്കൂൾ എന്താ KMUP സ്കൂൾ പേര് പഠിച്ചിട്ട് അല്ല KMUP സ്കൂൾ സ്ഥലം പറഞ്ഞില്ലല്ലോ മണ്ണാർക്കാട് ഉണ്ടായിരുന്നു KMAP സ്കൂള് അറിയോ നമ്മൾ പോയ പരിപാടി ഇത് KMAP സ്കൂൾ അല്ല അത് KMUP സ്കൂള് എടയൂരാണ് അപ്പൊ ഈ കുട്ടികൾ വേറെ ലെവലാണ് വേറെ വൈബാണ് ഒരു കൈയടിച്ച് അല്ലേ കേട്ടോ ഓര് പറഞ്ഞാൽ ചെയ്യും കുട്ടിയല്ലേ അതാണ് കാര്യം ചെയ്യാം നമ്മളെ വീഡിയോ നമ്മളെല്ലാവരും കാണാനല്ലേ അപ്പൊ അതിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഡയലോഗ് പറഞ്ഞ് തല്ലിയാലോ അതിലാ നല്ലേ അതന്നെ കിട്ടില്ലേ തുടങ്ങല്ലേ ഒരു ലൈവായിട്ട് കണ്ടിട്ടില്ലേ റെഡി ഞാനത് കൊമ്പങ്ങാട് പോയ വാതിലോർക്കെ ഇന്നയ്ക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞത് വാതിലോർക്കെ ജുമ്മലൊക്കെ നേരായി ഉന്നെ കൊണ്ണി അന്റെ രക്തത്തിൽ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ അന്റെ അമ്മ കുറ്റിപ്പുഴ കുളിച്ച് വിചാരിച്ച് നടന്നില്ല പിന്നെ ലജ്ജ് എന്താ അത്ര എനിക്ക് പോണം എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് പോണം ഒരു കുഴപ്പമില്ല നല്ലൊരു കൈഡൻസ് ഉള്ള സംഭവം അതിന് കൊണ്ടുപോയിട്ടോ വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ അടി കിട്ടിയ കിളിപോട്ട് സ്കൂളിന്റെ പരിപാടിക്ക് വന്നായി അപ്പോ ബാക്കി നമുക്ക് എന്താ ചെയ്യാ ഒരു ഹലോ 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 ഒരാളെ സൗണ്ടായി വരുന്നുണ്ട് ഹലോ 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 പാപ്പുചേട്ടൻ ഹലോ 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 ദാസപ്പോ ദാസപ്പോ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാണ് അസമയത്തവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ ആയുസിന്റെ ബലം കൊണ്ട 4 തകിട് കുറിച്ചിട്ടുണ്ട് എന്റെ ഈ തകിട് അത്ര മോശമൊന്നല്ല
പോരെ നിനക്കെന്താ വരാത്ത അത് ചോദിച്ചു വാങ്ങാണ്ടോ കൈ അടിച്ചതാണ് കൈയടിച്ച് കാശല്ലാതാണ് സത്യം പറയുകയാണെങ്കിൽ ഇതിന് ആസ്പത്രിയിൽ നിന്ന് കൊടുത്തോണ്ടല്ലോ സുഖമില്ലായിട്ട് അഡ്മിറ്റ് ചെയ്തു 2 ദിവസമായിട്ട് അത് വിചാരിച്ച തല്ലി അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എത്തിയിട്ടുണ്ടാവും ഒക്കെ. അല്ല ടച്ചിട്ട് ആക്കിയല്ല കേട്ടോ അത് വേറെ അസുഖം കൊണ്ടാക്കിയ അത് പള്ള വെച്ചായിട്ടേ മറ്റേ നോമ്പോട്ട് കഴിഞ്ഞാൽ അത് തിന്നു ഞാനേ മാങ്ങ ഉപ്പിലിട്ട് പറഞ്ഞു എന്തുകൊണ്ടാ വേദന വന്നെന്ന് പറഞ്ഞു അത് ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് മറ്റേ മുളകൊക്കെ പൊടി ഇങ്ങനെ തേച്ചിട്ടുണ്ട്. അപ്പോ തിന്നരുതെന്ന് പറഞ്ഞിട്ട് ആയാലും വേണ്ടില്ല അതൊക്കെ തിന്നുകാണ്ട് അപ്പൊ 2 മാങ്ങി തിന്നു അതിന്റെ കൂടെ ദാച്ചു ഒരു മോര് കുടിച്ചു. അപ്പൊ പിന്നെ അപ്പൊ ഒന്നും ഒരു കുഴപ്പമില്ല ഇനി പിന്നെ ഇങ്ങനെ തുടങ്ങി വെള്ളമാകെ. നമുക്ക് ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടാ വരുന്നത്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ കാലഘട്ടം കഴിഞ്ഞ പോലെയല്ല ഇനി വരുന്ന കുട്ടികൾ. 2K kids. സത്യം പറഞ്ഞാൽ 2K kids അല്ല, ഒരു എൻജോയ് ചെയ്യണം. നമ്മള് വൈബ് ആവണം, വേറെ ലെവൽ ആവണം. നമ്മള് ഡ്രസ്സിൽ നിങ്ങൾ അടിപൊളി ആയിക്കോളി, അതേപോലെ നിങ്ങള് പാട്ടിലോ ഡാൻസിലോ എന്ത് കാര്യത്തിലും നിങ്ങൾ അടിപൊളി ആയിക്കോളി. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, സത്യം പറയാൻ എന്റെ മനസ്സിൽ തട്ടിന് പറയണം. ഒരിക്കലും ഒരു ലഹരിന്റെ പിന്നാലെ പോകരുത്. ഒരു മനുഷ്യൻ, അറിയാത്ത ഒരു മനുഷ്യന് ഒരു മുട്ടായി പോലും തന്നാലും തിന്നു പോകരുത്. സത്യം പറയാം മക്കളെ, എൻ്റെ ഒരു മകളുണ്ട്, ഓരോടക്കം ഞാൻ ഡെയിലി പറയുന്ന സംഭവമാണ്. കാരണം നമ്മൾ ഡെയിലി ഓരോ വിഷയം നമ്മൾ പത്രത്തിലായാലും അവിടെ ആയാലും ഇവിടെ ഒക്കെ കേൾക്കുന്നതാണ്. ലഹരിന്റെ പിന്നാലെ ആരായാലും എന്തായാലും ഇതിൽ എത്ര നമ്മളെ പ്രായക്കാരുണ്ടെങ്കിലും ഓരോ കേൾക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തുടങ്ങ ഒരു സിപ്പ്, ഒരു പെഗ്, ഒരു വലി, ഇതൊന്നും നോക്കണം. ഇത് ഭയങ്കര വേറെ രസമാണ്, വേറെ ലെവലാണ്. അങ്ങനെ പറഞ്ഞ് തുടങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരിക്കലും എനിക്ക് വേണ്ട ബ്രോ, ആ ഒരു സാധനം മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ട മുട്ടെ, അല്ലെ എനിക്ക് വേണ്ട ബ്രോ. നമ്മളെ ഇമ്മയൊക്കെ നമ്മളെ പ്രതീക്ഷ നിൽക്കാണ് വീട്ടില്, അല്ലേ ആണ് നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ്, നമ്മളെ കുടുംബം നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലും എത്തും, നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കൊണ്ടും നല്ലോ പഠിച്ച് വലിയ ഉയർന്ന ജോലി നേടും എന്നൊക്കെ നമ്മളെ പഠിച്ച് വലുതാക്കിയ രക്ഷിതാക്കൾ, നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാരും ടീച്ചർമാരും. നമ്മളോടൊക്കെ മാഷന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാം, ക്ലാസ്സിൽ പഠിക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കൊണ്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടത്തെ ഞാനൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷെ അതിന് ഞാൻ ഒന്ന് കേൾക്കുന്നുണ്ട്. സത്യം പറയാം, നമുക്ക് ഓരോരോ പരിപാടിയിൽ നമ്മൾ എവിടെ എത്തും, എന്തെത്തും, എങ്ങനെ ചെയ്യുമെന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോ ഒരുപാട് നല്ല ഈ മാഷുമാരും ടീച്ചർമാരൊക്കെ പറയുന്നത് കേൾക്കുന്ന വേണം. 2K kids ആണോ മറ്റൊരു കിഡ്സ് ആണോ എന്നുള്ളതല്ല. നിങ്ങൾ വൈബായിക്കോളി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പാട്ടിലായാലും ഡാൻസിലായാലും എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് അതിലൊക്കെ കളറായിക്കോളി. ഉള്ളിക്ക് മരുന്ന് അടിച്ചിട്ട് കളറാവില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു നിലക്കും